വ്യക്തമാണ്. അതുകൊണ്ട് നബി ചോദിച്ചെങ്കിലേ ചോദിക്കാവൂ എന്ന് പറഞ്ഞൂടാ. ഇസ്തിശ്ഫാ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോടും ഔലിയാക്കളോടും അവരിൽ നിന്ന് കിട്ടുന്ന സഹായമോ അവരെ മാനിച്ച് അള്ളാഹു നൽകുന്ന സഹായമോ അവരെ പറയുന്നതിൻ്റെ പേരിൽ അള്ളാഹു നൽകുന്ന സഹായമോ ഇത് ഏത് ലഭ്യമാക്കുന്നതിൻ്റെയും പേര് ഇസ്തിശ്ഫാ എന്നാണ്. മറ്റൊരാളെ മാനിച്ചിട്ട് അള്ളാഹു നൽകുന്ന സഹായത്തിൻ്റെയൊക്കെ പേര് ശഫാഅത്ത് എന്നാണ്. ശഫാഅത്തുള്ള ആളുകളിൽ നിന്ന് കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഓരോട് നേരിട്ട് കാര്യങ്ങൾ വിഷമങ്ങൾ പറയും, ചിലപ്പോൾ അവരോട് പറയാതെ അവരെ മാനിച്ചിട്ട് ചെയ്യണേ എന്ന് മറ്റുള്ളവരാളോട് പറയും. ഇതൊക്കെ നമ്മളിവിടെ വിശദീകരിച്ചതാണ്. ഉദാഹരണമായി ഇന്നത്തെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ഒരു ഡ്രൈവർ രാജനുമായി എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ആ രാജനെ ഞാൻ മാധ്യമമാക്കുകയാണ് VS അച്യുതാനന്ദൻ്റെ അടുത്തിലേക്ക് കാര്യം കിട്ടാൻ. അപ്പം ഞാനവിടെ മാധ്യമമാക്കുന്നത് രാജൻ എൻ്റെ വസീലയാണ്, മാധ്യമമാണ്. അയാളെ തവസ്സിലാക്കിയിട്ട് ഞാൻ മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോട് ചെന്നിട്ട് പറയാം, ഞാൻ രാജൻ്റെ അയലോക്കക്കാരനാണ്, അതുകൊണ്ട് എൻ്റെ ഈ ആവശ്യമൊന്ന്. ഇത് രാജനെ വസീലയാക്കലാണ്. ഇതിനും പറയും ഇസ്തിശ്ഫാഉൻ ബിരാജൻ, രാജനെ കൊണ്ട് ശഫാഅത്ത് നേടി. മനസ്സിലായോ? ഇസ്തിശ്ഫാഉൻ ബിരാജൻ എന്ന് പറയാം. ചിലപ്പോൾ ഞാൻ രാജൻ്റെ വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ മുമ്പ് പറയും, എടോ ഞാനും നീയും ഒപ്പം പഠിച്ചതല്ലേ, ഒപ്പം വളർന്നതല്ലേ, നിനക്കെന്നെ ഓർമ്മല്ലേ, ഞാനിപ്പോൾ ഒരു വലിയ ആപത്ത് പെട്ടിരിക്കുകയാണ്, ആ ആപത്തു നിന്ന് രക്ഷപ്പെടണമെങ്കിൽ VS ഒന്ന് ഒപ്പിട്ട് തരണം, അതിനിപ്പോൾ നിന്നെക്കൊണ്ട് കഴിയും, നീ എൻ്റെ കാര്യം ശരിയാക്കി തരണം രാജൻ, പ്ലീസ് നീ എൻ്റെ കാര്യം ശരിയാക്കി തരണം രാജൻ എന്ന് വസീലയായ രാജനോട് ഞാൻ ആവശ്യപ്പെട്ടാൽ അതും രാജനോട് ഒപ്പിടാൻ ആവശ്യപ്പെടില്ല. കാര്യം ചെയ്തു തരേണ്ട VSൻ്റെ മുമ്പിൽ ശഫാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് രാജനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ രാജനോട് ശഫാഅത്ത് ചെയ്യാനല്ല ആവശ്യപ്പെടുന്നത്, പ്ലീസ് നീ ശരിയാക്കി തന്നെ രാജൻ എന്നാ പറയാം. മനസ്സിലായോ? അപ്പൊ അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള നിന്റെ പരിശ്രമം പരമാവധി നീ ചെയ്യണം എന്നാണ്. ഈ അർത്ഥത്തിൽ നമ്മൾ ഔലിയാക്കളോട് പറയാറുണ്ട്, ബഹുമാനപ്പെട്ട ഔലിയ, ഇവിടെ കിടക്കുന്ന മഹാനെ ബദരീങ്ങളെ, ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ഞങ്ങൾ പ്രയാസത്തിലാണ്, നിങ്ങൾ ഞങ്ങളെ കാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം എന്നാ. ഇതിൻ്റെ പേരാണ് ഇസ്തിശ്ഫാ. ഇത് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അബൂ ഹാമിദ് അൽ ഗസാലി വിവരിച്ചിട്ടുണ്ട്. ഈ ഇസ്തിശ്ഫാ സുന്നത്താണെന്ന് എല്ലാ പണ്ഡിതന്മാരും വിവരിച്ചിട്ടുണ്ട്. ഷാഫി മദ്ഹബിലെ മിക്ക ഗ്രന്ഥങ്ങളിലുമുണ്ട്. ആ ഇസ്തിശ്ഫായിൽപ്പെട്ടതാണ് വല്ല നീലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ഞാൻ കാവലെന്നോവർ എന്ന് പറഞ്ഞാൽ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നോക്കാന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കിൽ നിന്ന് ആ കാര്യം നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ട എന്തും ഞാൻ ചെയ്യാം, അവിടെ ഞാൻ ശുപാർശ ചെയ്യാം എന്ന ഓഫറാണ്. ഈ ഓഫർ വെച്ച് നമ്മൾ ശൈഖിനെ വിളിച്ചാൽ ആ ശുപാർശ കിട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം ഇസ്തിശ്ഫാ എന്ന് അതിന് പറയാം. ഈ ഇസ്തിശ്ഫായിനെ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് ദുരുപയോഗമാണ്, അർത്ഥം തിരിയാത്തവന്റെ വിവരക്കേടാണ്. അതാണ് നിങ്ങളോട് ഞാൻ പ്രാർത്ഥനയുടെ അർത്ഥം ചോദിപ്പിച്ചത്, നിങ്ങളെ കുഴക്കാനല്ല. മനസ്സിലായോ? ഇത് വിഷയം മനസ്സിലായോ? ഉസ്താദ് അച്യുതാനന്ദന് രാജനറിയാം, ഈ വിഷയം ഇപ്പൊ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഉസ്താദ് പറഞ്ഞല്ലോ ഉദാഹരണം. ഇപ്പൊ പടച്ചതമ്പുരാന് ഈ കാസർഗോഡുള്ള ഈ ബഷീറിനെ അറിയാം, നേരെ മറിച്ച് അച്യുതാനന്ദനെ ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ രാജനെ നമുക്കറിയുന്നു, രാജനോട് നമ്മൾ പറയുന്നു. അതും എങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്? പടച്ചതമ്പുരാൻ ആരാണ്? കണ്ടനാടിയേക്കാൾ അടുത്തിരിക്കുന്ന പടച്ചതമ്പുരാനെ ആരെയെങ്കിലും പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? അതിലേക്ക് ഈ ദുനിയവിയായ ഭൗതിക ലോകത്ത് നടത്തുന്ന ഈ മുഖ്യമന്ത്രിയുടെയും ജഡ്ജിയുടെയും കാര്യങ്ങളിലൊക്കെ പറഞ്ഞ് പടച്ചതമ്പുരാന്റെ വിലയെ കുറക്കുകയാണ് ഉസ്താദ് ചെയ്യുന്നത് ഈ അവസരത്തിൽ. അല്ല സഹോദര, ഇസ്തിശ്ഫാവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാണ്, നിങ്ങൾ മടക്കാനായിട്ടില്ല. ഇസ്തിശ്ഫാവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളെ മനസ്സിലാക്കി തരികയാണ്. ഒരാളെ ശുപാർശയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുമ്പോൾ തന്നെ ശുപാർശ എന്ന വാക്കുപയോഗിക്കാതെയും ശുപാർശ ചെയ്യണേ എന്ന് വാക്കുപയോഗിക്കാതെയും കാര്യം നടത്തുന്ന ആളായിട്ട് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. ആളോനൊരു നരിയാന്ന് പറയുമ്പോൾ തന്നെ ഓനങ്ങൾ നരിയാക്കാമെന്ന് ചാടുക സഹോദര, അതൊക്കെ അലങ്കാരമല്ലേ? അപ്പൊ ഉദാഹരണം നിങ്ങൾക്ക് പഠിപ്പിക്കണമെങ്കിൽ ഏതാണ് ഉദാഹരണം ഞാൻ പറയാം? അള്ളാന്റെ കാര്യം നിങ്ങൾക്ക് തിരിയാൻ വേണ്ടി അള്ളാന്റെ മഖ്ലൂക്കല്ലാതെ എന്തുദാഹരണ സഹോദരൻ ഞാൻ പറയേണ്ടത്? അള്ളാന്റെ മഖ്ലൂക്കല്ലാതെ എന്തുദാഹരണം ഞാൻ നിങ്ങളോട് പറയും? അത് ചോദിക്കരുത്, കാരണം ഞാൻ ചോദിച്ചത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തേണ്ട ആ രീതിയിൽ, അത് പറയും, പരിചയപ്പെടുത്തേണ്ട ആ രീതിയിലാണ് മനസ്സിലാക്കി അത് പരിചയപ്പെടുത്തി പടച്ചതമ്പുരാനെ കുറിച്ച് ഈ സദസ്സിൽ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് പരിചയപ്പെടാത്ത ആളുടെ മുമ്പിലേ ഈ ശുപാർശ പറയാൻ പറ്റുള്ളൂ എന്നാ. VS അച്യുതാനന്ദനെ പരിചയമുള്ള ആളാണ് ഞാനെങ്കിലും എന്നെ VS അച്യുതാനന്ദന് പരിചയമുണ്ടെങ്കിലും രാജൻ എന്ന് പറയുന്നത് പിണറായി രാജനാന്ന് വെച്ചോളി.
എന്നാ കാര്യം മനസ്സിലാവും. പിണറായി രാജൻ പാർട്ടി സെക്രട്ടറി, ആ ആളുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, അയാളെ ബന്ധപ്പെട്ട ആളാണ് ഞാനെന്ന് പറഞ്ഞാൽ അച്യുതാനന്ദന് ബറി. അപ്പൊ പരിചയമുള്ള ആൾക്കുണ്ട് ഒരു ഇസ്തിശ്വായ. പരിചയമുള്ള ആളോ പരിചയമില്ലാത്ത ആളോ എന്ന് വ്യത്യാസമല്ല. അള്ളാഹുവിന്റെ കാര്യവും അള്ളാന്റെ ദർബാറിലെ ചോദ്യവും ഈ മഖ്ലൂക്കിനോടുള്ള ചോദ്യം പറഞ്ഞല്ലാതെ പരിചയപ്പെടുത്താൻ വേറെ മാർഗമില്ല സഹോദര. ഉദാഹരണം മഖ്ലൂക്കല്ലാതെ വേറല്ല. അപ്പൊ ആ മഖ്ലൂക്കിൽ വെച്ച് രാജാതിരാജനായ റബ്ബിന്റെ സദസ്സിൽ ദർബാറിൽ വെക്കുന്ന ചോദ്യം ഈ സംസ്ഥാനത്തിന്റെ രാജനായ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി കാഫിറാണ്, നമ്മൾ മുസ്ലിമാണ്. ഇത് വ്യത്യാസമുണ്ട്. മുഖ്യമന്ത്രി മനുഷ്യനാണ്, അള്ളാഹു സൃഷ്ടാവാണ്. ഈ വ്യത്യാസവുമുണ്ട്. പക്ഷെ മുഖ്യമന്ത്രി